തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. അതിൽ തന്നെ നായർ സമുദായത്തിന് മൃഗീയമായ ഭൂരിപക്ഷം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ട്. അങ്ങനെയുള്ള ആ വട്ടിയൂർക്കാവ് മണ്ഡലം വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീ പാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന ഒരു വിവരം പുറത്തു വരുന്നു. കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരനും BJPക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരി, ലീഡറുടെ പ്രിയപുത്രി, അടുത്ത കാലത്ത് BJPയിൽ ചേർന്ന P. പത്മജയും ആണ് കൊമ്പ് കോർക്കാൻ പോകുന്നത്. എന്താണ് സാർ, വട്ടിയൂർക്കാവിൽ എന്ത് സംഭവിക്കും? ആര് ജയിക്കും? ഈ CPM മൂന്നാം സ്ഥാനത്ത് പോയ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് കേട്ടോ. അതെ, ഒരു സമയത്ത്. അതെ, 2016 പിന്നീട് തിരിച്ചു പ്രശാന്തിലൂടെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അവർക്കത് നിലനിർത്തണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിലെ BJPയുടെ ഒരു മുന്നേറ്റം അതിശക്തമാണ്. TNC അവിടെ മത്സരിക്കുമ്പോഴാണ് മൂന്നാം സ്ഥാനത്ത് പോയത്. അതെ, കുമ്മനം രാജശേഖരൻ രണ്ടാമത് എത്തുകയും ചെയ്തു. കെ മുരളീധരൻ ജയിച്ചു. ചെറിയ ഭൂരിപക്ഷമേ ഉള്ളൂ, വലിയൊരു അകലമൊന്നും കെ മുരളീധരന് ആ മണ്ഡലത്തിൽ വന്ന് ജയിച്ചു കഴിഞ്ഞെന്നറിയാമോ? അങ്ങ് നല്ലപോലെ ആ മണ്ഡലം അങ്ങ് ഇറങ്ങിച്ചെന്നു മണ്ഡലം. അല്ല, അദ്ദേഹം 2011 മുതൽ ആ മണ്ഡലത്തിൽ ആഴത്തിൽ ബന്ധമുള്ള ഒരു ജനപ്രതിനിധിയാണ്. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തും, നിന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു സ്വഭാവക്കാരനായി. പഴയ കാറിനകത്ത് ഗ്ലാസ് താക്കാതെ വോട്ട് ചോദിച്ചിരുന്ന മുരളീധരനല്ല നമ്മൾ പിന്നെ വട്ടിയൂർക്കാവിൽ കാണുന്നത്. ആള് മാറി, ജനകീയനായ. അപ്പോൾ വട്ടിയൂർക്കാവുകാരും അദ്ദേഹത്തെ അങ്ങ് വളരെ നെഞ്ചേറ്റി ലാളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 കൊണ്ടുപോയി വടകരയിൽ കൊണ്ടുപോയത്. അത് സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെയും ഒരുതി. വടകരയിലും കോഴിക്കോടും ഒക്കെ മുരളീധരന് അനായാസം ജയിക്കാൻ കഴിയുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ്. P. ജയരാജനെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ 2019 പൊതുവെ ഒരു കോൺഗ്രസ് തരംഗമുണ്ടായിരുന്നു. ശബരിമല യുവതി പ്രവേശം. പിന്നെ 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്നുള്ള വർത്തമാനം, ഇതൊക്കെ കേരളത്തിൽ അത് വിശ്വസിക്കാത്ത ഒരേ ഒരു UDF കാരനെ ഉണ്ടായിരുന്നുള്ളൂ. അത് മുസ്ലിം ലീഗിലെ KNA ഖാദറാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വളരെ പ്രശസ്തമായി, സാറിന് അറിയാം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചതാണല്ലോ നിയമസഭ. അതെ, അദ്ദേഹം ഗുരുവായൂരെന്ന് പിന്നീട് MLA ആയി. അതെ, നല്ല ഒരു പ്രവർത്തകനാണ് കേട്ടോ. അതെ. അപ്പൊ എന്തായാലും ഈ മുരളീധരൻ ഇങ്ങനെ കോൺഗ്രസിൽ ഒരു രക്ഷകനായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് വടകരയിൽ കൊണ്ടുപോയി നിർത്തി, വിജയിച്ചു. വടകരയുമായിട്ട് വലിയ അടുപ്പമുണ്ടാക്കിയെടുത്തു. പിന്നീടാണ് 2021 നിയമസഭയിലേക്ക് നേമത്തേക്ക് വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അക്കൗണ്ട് BJPയുടെ പൂട്ടിച്ചു. പക്ഷേ അവിടെ CPM വലിയ ഭൂരിപക്ഷമൊന്നും നേടിയില്ല. വെറും 4000 വോട്ടിനകത്ത് മാത്രമേ ശിവൻകുട്ടി നേടിയിട്ടുള്ളൂ. 2011 രൂപീകൃതമായ മണ്ഡലമാണ്. ആദ്യം രൂപീകൃതമായപ്പോൾ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷം CPMന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നീട് അത് കഴിഞ്ഞ് മുരളീധരൻ വീണ്ടും വടകരയിൽ തന്നെ അങ്ങ് ഉറപ്പിച്ചു നിൽക്കുകയാണ്. 24 തെരഞ്ഞെടുപ്പിനും തയ്യാറെടുത്തു. അതെ, ചുവരെഴുത്ത് തുടങ്ങി, പോസ്റ്റർ അടിച്ചു. അപ്പോഴാണ് വീണ്ടും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നത്. സുരേഷ് ഗോപിയെ വടകരയിൽ നിന്ന് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് പറിച്ചു നട്ടു. സുരേഷ് ഗോപി അങ്ങ് കയറിപ്പോയി. 70,000-ത്തിലധികം വോട്ടിന്റെ 76,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കയറിപ്പോയി. 3,00,000. അപ്പോൾ അവിടെ നോക്ക്, മുരളീധരൻ 8 നിലയിൽ പൊട്ടി 3-ാം സ്ഥാനത്താകുകയും ചെയ്തു. മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നെ കാലുവാരിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം മുരളീധരന് എങ്ങും ഇടമില്ലാതായിട്ട് നിൽക്കുകയാണ്. ഇതിൽ മുരളീധരൻ ഈ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവരണം, മത്സരിക്കും എന്ന് പറയുമ്പോഴും മുരളീധരനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഏറ്റിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം മുരളീധരനെ തോൽപ്പിച്ചിരുത്താനും ചിലർ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത്. ഹൈക്കമാൻഡ്, നമ്മുടെ KC വേണുഗോപാലിനെ പോലുള്ളവരെ മുരളീധരനെ ഇങ്ങോട്ടേക്ക് മുകളിലോട്ട് കൊണ്ടുവരരുത്. കാരണം മുരളീധരൻ ജയിക്കുകയും UDFന് അധികാരം കിട്ടുകയും ചെയ്താൽ അദ്ദേഹം ഉറപ്പാണ് മന്ത്രിയാകും. ആകണം, അതിന് യോഗ്യനല്ലേ കുറച്ച്. അപ്പോൾ സാർ, അങ്ങനെയെങ്കിൽ ഈ
വട്ടിയൂർക്കാവിൽ മുരളീധരന് ടിക്കറ്റ് കിട്ടി, അദ്ദേഹം മത്സരിക്കുന്നു. എതിരാളിയായിട്ട് സ്വന്തം സഹോദരി തന്നെ വരികയാണ്, പത്മജ തന്നെ വരികയാണ് BJP സ്ഥാനാർത്ഥിയായിട്ട്. എന്തായിരിക്കും വട്ടിയൂർക്കാവിലെ ഫലം? പിന്നെ മത്സരം ചിത്രം മാറും. CPM-ന്റെ സ്ഥാനാർത്ഥി കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഇവിടെ ഇവരാണ് സ്ഥാനാർത്ഥികളെങ്കിൽ, കോൺഗ്രസിന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികളെങ്കിൽ അവിടെ LDF വാസ്തവത്തിൽ അപ്രസക്തമായി പോകില്ലേ? അത് സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ BJP-ക്ക് അവിടെ ഏറെ സാധ്യതയാണ് നിൽക്കുന്നത്. BJP-ക്ക് എനിക്ക് തോന്നുന്നു വാർഡ് കൗൺസിലർമാർ തന്നെ 10ഓളം പേരുണ്ടെന്നാണ് ഞാൻ. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം വോട്ടിന് മുമ്പിലാണ്. അതൊക്കെ നിലനിർത്താൻ കഴിയുമെന്നാണ് പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്മജയെ ഈ നായർ വോട്ടുകളുടെ ഒരു അത് ഏകീകരിക്കാനായിട്ട് കഴിയും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവിടെ കോൺഗ്രസ്സുകാരെനിക്ക് സംശയമുണ്ട്, മുരളീധരനെ കാലുവാരുമോ പറയാൻ സാധിക്കില്ല. അതുണ്ടാവും. പക്ഷെ മുരളീധരൻ ആയതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ സാധിക്കും. തൃശ്ശൂരിൽ അദ്ദേഹം അടിയൊഴുക്ക് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, അവിടെ അബദ്ധം പറ്റിപ്പോയി. തൃശ്ശൂരിൽ പിന്നെ ലീഡർ തോറ്റിട്ടില്ലേ? അവിടെ പൊതുവെ ലീഡറിനും കുടുംബത്തിനും തൃശ്ശൂർ അത്ര ഒരു എന്താ പറയാ, അവർക്ക് വഴങ്ങുന്നില്ല. പക്ഷെ അവരുടെ തട്ടകമായിരുന്നു. അത് ഈ പിന്നെ കരുണാകരൻ തോറ്റതിന് ശേഷം പിറ്റേ ദിവസം മനോരമ പത്രത്തിലെ ഒരു പടം കണ്ടിട്ട് അവിടുത്തെ ഒരാൾ പറഞ്ഞത് പിന്നീട് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വരികയും ചെയ്തു. തോറ്റ ആ മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു ചിത്രം മനോരമ കൊടുത്തു. അയ്യോ, ലീഡർ ഇങ്ങനെ ദുഃഖിതനാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല എന്ന് പറഞ്ഞത് മനോരമയിൽ തന്നെ അത് കമൻ്റായിട്ട് പിറ്റേ ദിവസം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിന്നെ വട്ടിയൂർക്കാവിൽ അതിജീവിക്കുമെന്ന് പറഞ്ഞാലും കാരണം എന്തുകൊണ്ട് അതിജീവിക്കുന്നു? വട്ടിയൂർക്കാവ് അത്രത്തോളം മുരളീധരന് അടുപ്പമുണ്ടെന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞത് വട്ടിയൂർക്കാവിൽ ഈ മുരളീധരൻ ഉണ്ടാക്കിയെടുത്തത് അവിടെ ഈ അസോസിയേഷൻകാരെ, റെസിഡൻസ് അസോസിയേഷൻകാരെ മുഴുവനും കയ്യിലിട്ടെടുത്തു. അത് തിരുവനന്തപുരം നഗര ഹൃദയമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അല്ലാതെ വട്ടിയൂർക്കാവ് അങ്ങ് മാറിയിരിക്കുന്ന ഇടമൊന്നുമല്ല. അസോസിയേഷൻ്റെ ബന്ധം അദ്ദേഹം ഉണ്ടാക്കി. എന്ത് സമ്മേളനം അവിടെ വിളിച്ചാലും അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് അസോസിയേഷൻകാർ എത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ അവർക്കാണ് അവിടെ വലിയ ശക്തിയുള്ളത്. അപ്പോൾ ആ ഒരു ബന്ധമാണ്. ഒരു ഹൈ പ്രൊഫൈൽ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. തീർച്ചയായിട്ടും സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം താമസിക്കുന്നുണ്ട്. IPS-കാര്, IAS-കാര്, അങ്ങനെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ വലിയ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വലിയ ബിസിനസ്സുകാര് ഒക്കെ താമസിക്കുന്ന സമൂഹത്തിൻ്റെ, നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഒരു അപ്പർ ക്ലാസ് മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പിന്നെ മുരളീധരനെ പറ്റി പൊതുവെ ഒരു നല്ല ചിത്രമാണ് ഉള്ളത്. പിന്നെ അത് BJP ഇനി അതിനെ കുറച്ചുകൂടി മുരളീധരനാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ BJP-യുടെ പ്രവർത്തന രീതി മാറ്റി കൊണ്ടുവരികയും വേണം. പിന്നെ CPM-ന് ചോദ്യം ഇതാണ്, ഈ പത്മജ വന്ന് മത്സരിക്കുമ്പോൾ അവരുടെ ഫലം എന്താകും? പിന്നെ എനിക്ക് തോന്നുന്നില്ല മുരളീധരന് ചിലപ്പോൾ എന്തെങ്കിലും പരാജയം സംഭവിക്കുമോ എന്നുള്ളത് മണത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്മാറിയാൽ മുരളീധരന്റെ നോട്ടം ഇവിടെ തരൂര് കോൺഗ്രസ് വിട്ടുപോയാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ കയറണം എന്നുള്ളത് മത്സരിക്കാം. അത് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഈ മണ്ഡലം അഭിമാന പോരാട്ടമായിരിക്കും. അതെ, തരൂരിനോടുള്ള പകരം വീട്ടുന്നതിന് പറ്റിയ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. അറിഞ്ഞ് പിന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിജയം നേടാൻ മാത്രമല്ല, ലീഡറിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. ലീഡർ വിജയിച്ചിട്ടുള്ള ഇടമല്ലേ. അന്ന് അദ്ദേഹം പ്രത്യേക സർവേ നടത്തി, വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ നടത്തി സർവേ നടത്തിയിട്ടാണ് മത്സരിച്ചെന്ന്. ലീഡർ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം തിരുവനന്തപുരത്ത് ജയിച്ചിട്ടുണ്ട്. പന്ന്യൻ വരെ ജയിച്ചില്ലേ? അതെ, പണ്ട് ചാൾസിനെ നിർത്തി, ശിവകുമാറിനെ നിർത്തി, ലീഡർ തന്നെ മത്സരിച്ചു. പിന്നീട് അവസാനം ലീഡർ കോൺഗ്രസുമായിട്ട് തെറ്റിപ്പോയിട്ട് പന്ന്യനെ പിന്തുണച്ചു. അത് പന്ന്യൻ അന്ന് 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതിന് കാരണം ലീഡറാണ്. അത് പിറ്റേ ദിവസം ഓർക്കുന്നുണ്ടോ? ലഡ്ഡു കൊടുക്കുന്നുണ്ട്. അതെ, പത്രത്തിൽ വന്ന ഫോട്ടോയാണ്. കരുണാകരന് കൊണ്ടുപോയി. കരുണാകരൻ്റെ ആ ഒരു ചിരിയും ഒക്കെ. ഈ ചാൾസ് ഒക്കെ ONVയെ തോൽപ്പിച്ചെന്ന് പറയുമ്പോൾ അയ്യോ, അതൊരു വലിയ അത്ഭുതം.
അല്ല, അന്ന് ഈ ONV മത്സരിക്കാൻ വരുമ്പോ എല്ലാരും കരുതിയിരുന്നത് അനായാസ ജയം. പക്ഷെ ഞാൻ എല്ലാരും അറിയുന്ന ആളല്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് ONVയുടെ വീടിന്റെ എതിർവശത്തെ വോട്ട് ONVക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ടോ? അത് ONVയെ പറ്റി ചില കാര്യങ്ങൾ വേറെ പറയുമ്പോൾ. പക്ഷേ പിന്നെ ചാൾസ് ഉണ്ട് എന്ത് നേട്ടം ഉണ്ടായി തിരുവനന്തപുരത്തിന്? ഒരു നേട്ടവും ഉണ്ടായില്ല. എല്ലാവരും തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു ചാൾസ് ആകെ പാർലമെന്റിൽ എഴുന്നേക്കുന്നത് ഈ മുണ്ട് മുറുക്കി കൊടുക്കാനാണ്. ഇന്നസെന്റ് പോയ കാലത്ത് ഇന്നസെന്റിന് അതിനും എഴുന്നേക്കണ്ട, പാൻസ് ഇട്ടു പോയി. ചാൾസ് മുണ്ടെടുത്താ പോയത്. തമാശയ്ക്ക് പറയുന്ന ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.